ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പീഷ്യ പ്ലാന്റിനെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. എപ്പീഷ്യ പ്ലാന്റിൻ്റെ പൂക്കൾ തീരെ ചെറുതാണ്, എന്നാലും അതിൻ്റെ അട്രാക്റ്റീവ് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നോക്കൂ, 2 കളർ കൂടിച്ചേർന്നതാണ്, യെല്ലോയും പിങ്കും കൂടി. നല്ലൊരു കളറാണ്. ഇതിൻ്റെ പൂക്കളും കുറച്ച് വലുതാണ്. വേറെയും 2-3 കളർ എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു യെല്ലോ കളറാണ്. ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല ബുഷായിട്ടാണ് നിൽക്കുന്നത്. പൂക്കളൊക്കെ നിറച്ചായി വരുന്നുള്ളൂ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുതലായി പൂക്കൾ കാണുന്നത്. എപ്പോഴും പൂക്കളുണ്ടാവും. മഴക്കാലത്താണ് പൂക്കൾ കൂടുതലായി കണ്ടുവരുന്നത്. ചിലപ്പോൾ ചെടി തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവും. എപ്പീഷ്യയുടെ ഇലകളും നല്ല ഭംഗിയാണ് കാണാൻ. പച്ച കളറ്, പല കളറിലുള്ള ഇലകളും ഉണ്ട്. പച്ചയിൽ വൈറ്റും കൂടെ വരുന്നതാണ്. ഒരു വെൽവെറ്റ് ടച്ചുള്ളതാണ് ഇലകൾക്ക്. കാണാൻ വളരെ ഭംഗിയാണ്. പൂക്കളേക്കാൾ മനോഹരമാണ് ഇലകൾ. ഇതിൻ്റെ ഇലകൾ കണ്ടോ, വേറെ ഒരു ബ്രൗൺ കളറാണ്. പച്ചയും കൂടി കലർന്നു വരുന്നതാണ്. ഇതിൻ്റെ പൂക്കൾ ഒരു പിങ്ക് കളറാണ്. പൂക്കളായി വരുന്നതേ ഉള്ളൂ, മുട്ടുകളാണ്. ഇത് ഞാൻ നിലത്താണ് നട്ടുവെച്ചിരിക്കുന്നത്. ഒരു ചെറിയ തണ്ട് മതി പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ. ഇതാണ് വേറൊരു കളറ്. മുമ്പേ കണ്ട ആ കളറിൻ്റെ ഇലകളൊക്കെ ആ കളറാണ്, പക്ഷേ ഇതിൽ റെഡ് കളറിലുള്ള പൂക്കളാണ്. ഇലകളും പല പല കളറുകളിലുള്ളതാണ്. വേറെയും കളറിലുള്ള എപ്പീഷ്യകളും ഉണ്ട്, എൻ്റെ കയ്യിലില്ല. ഇത് സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു എപ്പീഷ്യയാണ്. പച്ചയിൽ കണ്ടോ, നടുക്കൂടെ വെള്ള ലൈൻസും ഒക്കെയുള്ളത്. ഇത് കണ്ടാൽ നല്ല വെൽവെറ്റ് ഫീലിംഗ് ആണ് തോന്നുന്നത് ഇലകൾ. ഇതിൽ നിറയെ പൂക്കളുണ്ടാകുവാനായി ഞാൻ കൊടുക്കുന്ന പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇട്ട് വെച്ച വെള്ളം ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വെള്ളത്തിലിട്ട് 3-4 ദിവസം പുളിപ്പിച്ച ശേഷം അതും ഡൈല്യൂട്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചാണകവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. രാസവളങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താലും പൂക്കൾ നന്നായി ഉണ്ടാകും. എപ്പീഷ്യ അധികം വെയിൽ ആവശ്യമുള്ള ചെടിയല്ല. രാവിലെയും വൈകുന്നേരമുള്ള വെയിൽ മാത്രം മതി ഇതിന് വളരുവാൻ. കഠിനമായ വെയിലിൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളി പഴുത്തു പോകും. കുറച്ച് ഷെയ്ഡായിട്ട് കുറച്ച് വെയിലും ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെക്കുന്നത്. സാധാരണ ഹാങ് ചെയ്താണ് എപ്പീഷ്യകൾ വളർത്തുന്നത്. നല്ല പൊക്കമുള്ള പോട്ടിൽ വെച്ചാലും ഇത് നന്നായി താഴേക്ക് വളർന്നു തൂങ്ങി നിൽക്കും. ഇത് നല്ല വായ്വട്ടമുള്ള അധികം ആഴമില്ലാത്ത പോട്ടിൽ നട്ടുവെച്ചിരിക്കുന്നതാണ്. അധികം ആഴമുള്ള പോട്ടുകളൊന്നും എപ്പീഷ്യയ്ക്ക് ആവശ്യമില്ല. ആഴം കുറഞ്ഞ പോട്ടിലും ഇത് നന്നായി വളരും. വേരുകൾ അധികം താഴേക്ക് വളർന്നു പോവാറില്ല. മതിലിന്മേലും മതിലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലുമൊക്കെ ഇത് നട്ടുവെക്കാവുന്നതാണ്. ഈ എപ്പീഷ്യ ചെടി അങ്ങനെയാണ് നട്ടുവെച്ചിരിക്കുന്നത്.
പിന്നെ ഗ്രൗണ്ട് കവറായിട്ടും ഇത് വളർത്താൻ പറ്റുന്നതാണ്. ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ടും കായ്കൾ മുളപ്പിച്ചെടുത്തും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. കായ്കൾ മുളപ്പിച്ച് ഉണ്ടാക്കുമ്പോൾ വേറെ പല വ്യത്യസ്തമായ കളറിലുള്ള പൂക്കൾ ഉണ്ടാകും. ഇതേപോലെ 2 കളർ കൂടിച്ചേർന്ന പൂക്കൾ കായ്കൾ നട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വെള്ളം അധികമായാൽ എപ്പീഷ്യ ചെടികൾ ചീഞ്ഞു പോവാറുണ്ട്. അതുകൊണ്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ വെള്ളം നന്നായി വാർന്നു പോകുന്ന തരത്തിലുള്ളതായിരിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്ന മിക്സറാണ്. വെള്ളം ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അധികമായാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ ഒഴിച്ചു കൊടുക്കണം. മേൽമണ്ണ് ഡ്രൈ ആണോ എന്ന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ. നീണ്ടു കിടക്കുന്ന കമ്പുകളിൽ നിന്ന് നമുക്ക് കുറേശ്ശെ മുറിച്ചെടുത്തിട്ട് നട്ടുവയ്ക്കാം. ചെറിയ ഒരു തണ്ട് മതി ഇത് വളർന്നു വരുവാൻ. മിക്കവാറും എല്ലാ നോഡുകളുടെ ഇടയിലും വേരുകൾ കാണും. ഓരോന്നായി മുറിച്ചെടുക്കുക. മണ്ണ് പകുതി മാത്രം നിറച്ച് വെച്ച പോട്ടിലേക്ക് ചെറിയ കുഴികളുണ്ടാക്കി അതിലേക്ക് നട്ടുവെക്കാം. വേരുകളുള്ള ഭാഗം മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. ചട്ടി നിറയെ കട്ടിങ്സുകൾ നട്ടു കൊടുക്കുക. ഇങ്ങനെ നട്ടു കൊടുത്താലേ പെട്ടെന്ന് ബുഷായി വളർന്നു വരികയുള്ളൂ. എപ്പീഷ്യ ചെടിയെക്കുറിച്ച് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.